കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിലെ കഥകളാണ് കേൾക്കാൻ പോകുന്നത്. തപസ് ചെയ്തതായ ബ്രഹ്മദേവൻ ഭഗവാനെ പ്രത്യക്ഷമായി കാണുന്നു. ആ പ്രത്യക്ഷമായി കണ്ട ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്. ബ്രഹ്മദേവൻ സ്തുതി തുടങ്ങുന്നു. ഭഗവാനെ, വളരെ കാലത്തെ ഉപാസനയുടെ ഫലമായിട്ട് എനിക്കിന്ന് അങ്ങയെ അറിയാൻ കഴിഞ്ഞു. നിന്തിരുവടിയുടെ പരമാർത്ഥ സ്വരൂപം അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ജീവന്മാരുടെ ന്യൂനത. സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണമില്ലാത്തതുപോലെ പരമാത്മാവായ അങ്ങയിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. ഉണ്ട് എന്ന് തോന്നുന്നത് പോലും സത്യവുമല്ല. മായയിലെ ഗുണങ്ങളുടെ കൂടിക്കലർപ്പ് ഹേതുവായിട്ട് അവിടുന്ന് പലവിധ സ്വരൂപങ്ങളോട് കൂടിയവനായി തോന്നപ്പെടുകയാണ് ചെയ്യുന്നത്. ജ്ഞാനസ്വരൂപിണിയായ ചിച്ഛക്തിയുടെ പ്രഭാവം കൊണ്ട് അവിദ്യയുടെ അന്ധകാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായ ഈ സ്വരൂപം സജ്ജനങ്ങളായ ഭക്തരുടെ ഉപാസനയ്ക്ക് വേണ്ടി ആദിയിൽ അവിടുന്ന് സ്വീകരിച്ചതാണ്. മറ്റെല്ലാ അവതാരങ്ങൾക്കും മൂലകാരണമാണ് ഈ വിഷ്ണു സ്വരൂപം. അപ്രകാരമുള്ള മഹിമയോടുകൂടി അവിടുത്തെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്നാണല്ലോ ഞാൻ ജനിച്ചത്. മായയ്ക്ക് അതീതനായ ഹേ ഭഗവാനെ, യാതൊരു മറവുമില്ലാത്ത പ്രകാശത്തോടു കൂടിയതും ഭേദഭാവമില്ലാത്തതും കേവലം ആനന്ദമാത്രവുമായ അങ്ങയുടെ ഈ സ്വരൂപത്തെ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ വിഷ്ണു സ്വരൂപത്തിൽ നിന്ന് വേറെയായി ഒന്നിനെയും ഞാൻ കാണുന്നില്ല. നിർഗുണസ്വരൂപവും സഗുണസ്വരൂപവും ഒന്നു തന്നെയാണ്. ആത്മസ്വരൂപനായ ഭഗവാനെ, ലോകത്തെ സൃഷ്ടിക്കുന്നതും ലോകങ്ങൾക്കതീതമായതും പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കാരണസ്വരൂപവും ഏകവുമായ അവിടുത്തെ ഈ സ്വരൂപത്തെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു. 3 ലോകങ്ങൾക്കും മംഗളം നൽകി അനുഗ്രഹിക്കുന്നതായ ഭഗവാനെ, അവിടുന്ന് ലോകമംഗളത്തിനായിട്ടാണല്ലോ ഉപാസകനായി എനിക്ക് ധ്യാനത്തിൽ ഈ സ്വരൂപം പ്രകാശിപ്പിച്ചു തന്നത്. അപ്രകാരമുള്ള കരുണാനിധിയായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ദുർജനങ്ങൾ ഒരിക്കലും അങ്ങയെ ആശ്രയിക്കാറില്ല. കാരണം അവർ അധർമ്മം ചെയ്ത് നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. വേദവാക്യങ്ങളിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടതായ അങ്ങയുടെ മഹിമ അതിരേകത്തെ കാതുകളിലൂടെ പാനം ചെയ്യാൻ സാധിക്കുന്ന സജ്ജനങ്ങളാകട്ടെ പിന്നീട് ഒരിക്കലും ആ പാതാരവിന്ദങ്ങളെ ഉപേക്ഷിക്കില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തെ വിട്ട് അങ്ങും ഒരിക്കലും പോകുന്നില്ല. അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഭയനിവൃത്തി ഉണ്ടാവുള്ളൂ. അവയെ ആശ്രയിക്കുന്നതുവരെ മാത്രമാണ് ദുഃഖകാരണമായിരിക്കുന്ന ധനം, ഗൃഹം, ബന്ധുക്കൾ ഇവയിൽ നിന്നുണ്ടാകുന്ന ഭീതി, ദുഃഖം, നിരാശ, അനുനിമിഷം വർദ്ധിച്ചു വരുന്നതായ ധന ആശ, എൻ്റേതെന്നുള്ള മമതാബോധം എന്നിവയൊക്കെ ജീവൻ അനുഭവപ്പെടുന്നത്. ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാ പാപവാസനകളും അതിവേഗം നശിക്കും. എന്നാൽ പ്രാരബ്ധത്തിൻ്റെ ശക്തി കൊണ്ട് അതിന് തോന്നാതെ, ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നാതെ മിക്കവരും നിസ്സാര സുഖത്തിൽ ആസക്തരായിട്ട് അവയെ സമ്പാദിക്കുന്നതിന് വേണ്ടി പലവിധ പാപങ്ങളും ചെയ്തുകൊണ്ട് കഴിയുന്നു. സംസാരത്തിലെ ജീവന്മാർ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശരാണ്. തണുപ്പ്, ചൂട്, കാറ്റ്, മഴ ഇവയാൽ കഷ്ടപ്പെടുന്നവരാണ്. അഗ്നിയെപ്പോലെ ഒരിക്കലും തൃപ്തി വരാത്തതായ കാമം കൊണ്ട് അവശരാണ്. അങ്ങനെയുള്ള ദീനദീനരായ ഈ ജീവജാലങ്ങളെ, പ്രത്യേകിച്ചും മനുഷ്യരെ കാണുന്നതായി എനിക്ക് അനുകമ്പ കൊണ്ട് മനസ്സ് വല്ലാതെ വ്യാകുലമായി തീരുന്നു. ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. കാരണം ഇന്ദ്രിയങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെതായ ഭാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് അങ്ങയുടെ മായാബലം കൊണ്ട് സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആത്മാവിൽ നിന്ന് വേറെയായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം പരമാർത്ഥത്തിൽ സത്യത്വമില്ല എങ്കിലും അവ കർമ്മഫലത്തെയും ദുഃഖത്തെയും തന്നുകൊണ്ടിരിക്കും. പകൽ പലവിധ കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും രാത്രി ക്ഷീണിച്ച് ഉറങ്ങാൻ കിടന്നാലും പലവിധ മനോരാജ്യങ്ങളെ കൊണ്ട് ഉറക്കത്തിനു കൂടെ ഭംഗം സംഭവിച്ചുകൊണ്ടും ഭക്തിയില്ലാത്തതിനാൽ ഋഷികൾ പോലും
സംസാരത്തിൽ മരണ സ്വരൂപേണ ചുറ്റിത്തിരിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ മഹിമയെ ശ്രദ്ധയോടെ കേൾക്കാൻ കഴിഞ്ഞാൽ ഭക്തി വളർന്ന് നിർമ്മലമായ അവരുടെ ഹൃദയത്തിൽ നിന്തിരുവടിയുടെ സ്വരൂപം പ്രകാശിക്കും. ഭക്തന്മാർ അവരുടെ മനസ്സുകൊണ്ട് ഏതേത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ അവരെ അനുഗ്രഹിക്കാനായി അവിടുന്ന് അതാത് രൂപത്തിൽ അവർക്ക് ദർശനം നൽകുന്നു. ദുർജനങ്ങൾക്ക് ലഭിക്കാൻ പ്രയാസമാണ് എല്ലാവരിലുമുള്ള ദയ. അപ്രകാരമുള്ള ദയ കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ പലവിധ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുന്ന ദേവന്മാരുടെ പൂജ കൊണ്ട് അവിടുന്ന് സന്തോഷിക്കുന്നില്ല. സകല ജീവജാലങ്ങളിലും ദയ വളർത്തലാണ് അങ്ങയെ സന്തോഷിപ്പിക്കാനുള്ള സുഗമമായ അനുഷ്ഠാനം. കാരണം അവിടുന്ന് എല്ലാവരുടെയും അന്തരാത്മാവും സുഹൃത്തുമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദയ എന്ന് പറയുന്നത്. ദയ എല്ലാ ജീവജാലങ്ങളോടും കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും. യാഗാദികൾ, ദാനം, തപസ്, വ്രതാനുഷ്ഠാനം ഇവ കൊണ്ടൊക്കെ നിന്തിരുവടിയെ ആരാധിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ള ക്രിയാഫലം. അങ്ങയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി തീരില്ല. എപ്പോഴും സ്വന്തം സ്വരൂപ ചൈതന്യത്താൽ ഭേദവിഭ്രമങ്ങൾ നിശേഷം അകന്നവനും ജ്ഞാനശക്തിയോടു കൂടിയവനും പരമപുരുഷനുമായ അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ മായയുടെ വിലാസത്തോടു കൂടിയവനും എല്ലാത്തിൻ്റെയും നിയന്താവുമായ അവിടത്തേക്ക് ഞാനിതാ എൻ്റെ നമസ്കാരത്തെ സമർപ്പിക്കുന്നു. മരണസമയത്ത് പരവശനായിട്ടാണെങ്കിലും അങ്ങയുടെ ഗുണങ്ങൾ, ലീലകൾ ഇവയെ സൂചിപ്പിക്കുന്ന തിരുനാമങ്ങളെ ജപിക്കുന്ന ആളുകൾ അനേക ജന്മങ്ങളിലായി ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മ വാസനകളെ മുഴുവൻ നശിപ്പിച്ച് ആവരണമില്ലാത്തതും സത്യവുമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള മഹിമാതിരേകത്തോടു കൂടിയവനും ജനനമില്ലാത്തവനുമായ നിന്തിരുവടിയെ ഞാനിതാ ശരണാഗതി അടയുന്നു. താൻ തന്നെ അധിഷ്ഠാനമായ മൂലപ്രകൃതിയെ മൂന്നായി പിരിച്ച് 3 ഗുണങ്ങളിലൂടെ പരമാത്മാവായ അവിടുന്ന് തന്നെയാണ് ബ്രഹ്മാവായ ഞാനായിട്ടും വിഷ്ണുദേവനായും ശിവനായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചമാകുന്ന വൃക്ഷസ്വരൂപേണ വിളങ്ങുന്നതായ അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ഈ ലോകത്തിലെ മിക്ക ജനങ്ങളും അവിടുന്ന് ഉപദേശിച്ചതും അങ്ങയുടെ ഉപാസനാ സ്വരൂപവും ശ്രേയസ്കരവുമായ കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ അധർമ്മത്തിൽ താൽപ്പര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത്രയും കാലം അവരുടെ ജീവിതത്തിലുള്ള അഭിലാഷത്തെ കാലസ്വരൂപനായ അവിടുന്ന് ഛേദിച്ചു കളയുന്നു. അതായത് ജീവൻ്റെ ആയുസ്സിനെയും ഭോഗ്യവസ്തുക്കളെയും കാലസ്വരൂപേണ നശിപ്പിക്കുന്നു. അപ്രകാരമുള്ള അങ്ങേക്ക് എൻ്റെ നമസ്കാരം. എല്ലാ ലോകരും നമസ്കരിക്കുന്നതും ബ്രഹ്മാണ്ടത്തിൽ വെച്ച് ശ്രേഷ്ഠമായതുമാണ് എൻ്റെ ബ്രഹ്മപദവി. ആ പദവിക്കും 2 പരാർദ്ധകാലം കഴിഞ്ഞാൽ നാശമുണ്ട്. മനുഷ്യരുടെ 360 സംവത്സരങ്ങൾ കൂടിയ കാലത്തെയാണ് ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുന്നത്. 360 ദിവസങ്ങൾ നമുക്ക് ഒരു വർഷവും 360 വർഷങ്ങൾ കൂടിയ കാലത്തെ ഒരു ദിവ്യ സംവത്സരം എന്ന് പറയും. 12,000 ദിവ്യ സംവത്സരങ്ങൾ കൂടിയതാണ് കൃതം ത്രേതാ ദ്വാപരം കലി എന്ന ചതുർയുഗം. 1000 ചതുർയുഗം ബ്രഹ്മാവിന് പകലും 1000 ചതുർയുഗം രാത്രിയുമാണ്. 2000 ചതുർയുഗങ്ങൾ കൂടിയാൽ ബ്രഹ്മദേവന് ഒരു ദിവസമായി. അങ്ങനെ 360 ദിവസങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവിന് 1 വയസ്സാവും. അങ്ങനെ 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അതിനെ 2 പരാർദ്ധകാലം എന്നാണ് പറയുന്നത്. ആ നാശത്തെ ഭയന്നാണ് ഞാൻ വളരെ കാലം തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചത്. യജ്ഞത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ അങ്ങേക്ക് എൻ്റെ നമസ്കാരം. അവിടുന്ന് തന്നെയാണ് ജീവന്മാർക്ക് ധർമ്മമര്യാദകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ രക്ഷിക്കാനായി മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ മുതലായ ശരീരങ്ങളെ സ്വീകരിച്ച് വിഷയസുഖം ബാധിക്കാത്തവനാണെങ്കിലും അവിടുന്ന് ആ അവതാരങ്ങളിലൂടെ പലവിധ ലീലകളും ചെയ്തു വരുന്നു. അങ്ങനെയുള്ള പുരുഷോത്തമനായ ഭഗവാന് എൻ്റെ നമസ്കാരം വീണ്ടും ഞാൻ അർപ്പിക്കുന്നു. അവിടുന്ന് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നീ 5 വൃത്തികളോടുകൂടിയ അവിദ്യയാൽ ബാധിതനല്ല. ലോകങ്ങളെ മുഴുവൻ തന്നിൽ ലയിപ്പിച്ച് പ്രളയകാലത്ത് ഭയങ്കര തിരമാലകളോടുകൂടിയ ജലമധ്യത്തിൽ ജനങ്ങൾക്ക് വിശ്രമമാകുന്ന സുഖത്തെ നൽകിക്കൊണ്ട് അവിടുന്ന് യോഗനിദ്രയെ അവലംബിച്ച് അനന്തനാകുന്ന ശയ്യയിൽ കിടക്കുന്നു.
അങ്ങയുടെ അനുഗ്രഹത്താലാണ് നാഭിയിലെ താമരയിൽ നിന്ന് 3 ലോകങ്ങളാകുന്ന ഉപകരണങ്ങളോടുകൂടിയ ഞാൻ ജനിച്ചത്. ഉദരത്തിൽ സംസാര വസ്തുക്കളെ മുഴുവൻ സൂക്ഷ്മസ്വരൂപേണ ലയിപ്പിച്ചവനും പ്രളയാവസാനത്തിൽ സൃഷ്ടിക്കായി വികസിക്കുന്ന ചെന്താമര കണ്ണുകളോടുകൂടിയവനുമായ അവിടത്തേക്കിതാ എൻ്റെ നമസ്കാരം. സകല ലോകങ്ങൾക്കും ഹിതകാരിയും ഏകനും അന്തര്യാമിയായി വിളങ്ങുന്നവനുമായ നിന്തിരുവടി ജ്ഞാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടുമാണല്ലോ വിശ്വത്തെ സുഖിപ്പിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ട് തന്നെ എൻ്റെ പ്രജ്ഞാദൃഷ്ടിയെ സ്പർശിച്ചനുഗ്രഹിക്കണേ ഭഗവാനെ. ആശ്രയിക്കുന്നവരിൽ സ്നേഹമുള്ളവനായ അങ്ങ് എനിക്ക് ഈ പ്രപഞ്ചത്തെ മുൻപത്തെ പോലെ സൃഷ്ടിക്കാനുള്ള കഴിവ് തന്ന് അനുഗ്രഹിക്കുമാറാകണം. ശരണം പ്രാപിക്കുന്നവർക്ക് അഭീഷ്ടവരം നൽകി അനുഗ്രഹിക്കുന്നതായ അങ്ങ് തൻ്റെ ശക്തിയായ ലക്ഷ്മീദേവിയോടുകൂടി പലവിധ അവതാരങ്ങളും സ്വീകരിച്ച് പല ലീലകളും നടത്താൻ പോകുന്നുണ്ടല്ലോ. ആ ലീലകളെ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സ് സ്മരിക്കുമാറായി തീരണം. അതുകൊണ്ട് മാത്രമേ കർമ്മബന്ധത്തെയും കർമ്മവാസനകളെയും എനിക്ക് നശിപ്പിക്കാൻ കഴിയൂ. ഇവിടെ ബ്രഹ്മാവ് ഈ പറഞ്ഞതിലൂടെ വേദവ്യാസ മഹർഷി നമ്മളോട് സൂചിപ്പിക്കുന്നു, നമ്മൾ ലോകത്ത് പലവിധ കർമ്മങ്ങളിൽ ഏർപ്പെടും. കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ ഈ തരത്തിലുള്ള നമ്മുടെ വ്യവഹാരത്തിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് ഈശ്വര സ്മരണയോടുകൂടി, അതായത് ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും രാവിലെയോ വൈകിട്ടോ നമുക്ക് ആ ഈശ്വര സ്മരണയിൽ മുഴുകാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ കർമ്മങ്ങളൊന്നും നമ്മളെ ബന്ധിക്കാതെ ഇരിക്കൂ, കർമ്മവാസനകളെയൊക്കെ നശിപ്പിക്കുന്നതായി തീരൂ. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ പറയുന്നത്, ഞാൻ ഈ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ മനസ്സ് അങ്ങയെ സ്മരിക്കുന്നതായി തീരണം ഭഗവാനെ. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞത്. ഈ പ്രളയജലത്തിൽ ശയിക്കുന്നവനും അപാര ശക്തിയോടു കൂടിയവനുമാണ് പരമപുരുഷനായ അങ്ങ്. അങ്ങയുടെ നാഭിയിലെ താമരയിൽ നിന്നാണ് വിജ്ഞാനശക്തിയോടുകൂടിയതായ ഞാനുണ്ടായത്. പ്രപഞ്ചത്തെ പല വിധത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന എനിക്ക് വേദവിസ്മൃതി സംഭവിക്കാതിരിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. അപാര കാരുണ്യത്തോടു കൂടിയവനും പണ്ട് തന്നെ ഉള്ളവനും പരമപുരുഷനുമായ അവിടുന്ന് സ്നേഹനിർഭരമായ പുഞ്ചിരി തൂകിക്കൊണ്ട് ആദിശേഷനിൽ എഴുന്നേറ്റിരുന്ന് ചെന്താമര കണ്ണുകളിലൂടെ കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ട് തേനിനെപ്പോലെ മാധുര്യമൂറുന്ന വാക്കുകളാൽ എൻ്റെ വിഷാദം ശമിപ്പിച്ചരുളുമാറാകണേ ഭഗവാനെ. ഇങ്ങനെ തപസ്, ഉപാസന, ഏകാഗ്രത ഇവ കൊണ്ട് തനിക്ക് കാരണഭൂതനായ ഭഗവാനെ കാണാൻ കഴിഞ്ഞതായ ബ്രഹ്മാവ് തൻ്റെ വാക്കിനും മനസ്സിനും കഴിവുള്ളത്രയും സ്തുതിച്ചിട്ടും തൃപ്തി വരാതെ ഖിന്നനായി അവസാനം വിരമിച്ചു. ഭഗവാന്റെ മഹിമയെ പൂർണ്ണമായി അറിയാനും സ്തുതിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ബ്രഹ്മദേവൻ്റെ ഖിന്നതയ്ക്ക് കാരണം. അനന്തരം ഭഗവാൻ നാരായണൻ ലോകസൃഷ്ടിയെപ്പറ്റി അറിയേണ്ട വിഷയത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായ ബ്രഹ്മാവിൻ്റെ മനോഗതിയെ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമത്തെ ശമിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു, ഹേ ബ്രഹ്മാവേ, അങ്ങ് ആലസ്യത്തിന് വഴങ്ങരുത്, സൃഷ്ടിയിൽ ഉത്സാഹവാനായി തീരൂ. അങ്ങ് എന്നോട് പ്രാർത്ഥിച്ചതായ സൃഷ്ടി സാമർഥ്യം ഞാൻ മുമ്പ് തന്നെ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അങ്ങ് കുറച്ചു കാലം കൂടി തപസ്സും ഉപാസനയും അനുഷ്ഠിക്കൂ. അവയുടെ പ്രഭാവത്താൽ ലോകങ്ങളെയെല്ലാം അങ്ങേക്ക് സ്വന്തം ഹൃദയത്തിൽ കാണാൻ കഴിയും. അനന്തരം ഭക്തിയോടും ഏകാഗ്രതയോടും കൂടിയവനായിട്ട് തന്നിലും ലോകത്തിലും വ്യാപിച്ച് പരമാത്മാവായ എന്നെയും എന്നിൽ സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളെയും ജീവന്മാരെയും അങ്ങേക്ക് കാണാൻ കഴിയും. അരണിയിൽ അഗ്നി എന്ന പോലെ എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്നതായ എന്നെ വിചാരം ചെയ്ത് അറിഞ്ഞാൽ അപ്പോൾ തന്നെ കർമ്മഫലങ്ങളായ പുണ്യത്തെയും പാപത്തെയും ഉപേക്ഷിക്കാൻ കഴിയും. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ, അന്ധക്കരണം എന്നിവയോട് ചേർച്ചയില്ലാത്ത ജീവാത്മാവിനെ തൻ്റെ ആത്മസ്വരൂപമായ എന്നോട്, അതായത് പരമാത്മാവിനോട് ഏകീഭവിച്ചതായി കാണുന്നവൻ മോക്ഷത്തെ പ്രാപിക്കും. കർമ്മങ്ങളുടെ ഭേദമനുസരിച്ചുള്ള പലവിധ പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ മനസ്സിനെ ക്ഷീണം ബാധിക്കില്ല. അതെൻ്റെ അനുഗ്രഹമാണ്. ആദ്യ ഋഷിയായ അങ്ങയെ പാപമയമായ രജോ ഗുണം മലിനപ്പെടുത്തില്ല. പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ മനസ്സ് ആത്മാവായ എന്നിൽ ഉറച്ചിരിക്കും. ഇത് നമ്മുടെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈശ്വരാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ബന്ധനമോ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പും ഈശ്വര സ്മരണയോടുകൂടി
ഈശ്വര ഭജനത്തോടുകൂടി നമ്മുടെ ഒരു ദിവസം ആരംഭിക്കണം എന്ന് പറയുന്നത്. ജീവന്മാർക്കറിയാൻ കഴിയാത്തവനായ എന്നെ അങ്ങേക്ക് പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ ഇവയോട് ബന്ധപ്പെടാത്തവനായി അറിയാൻ കഴിഞ്ഞുവല്ലോ. എന്നെ അറിയണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ താമരത്തണ്ടിലൂടെ അന്വേഷിച്ചു കൊണ്ടിരുന്ന അങ്ങേക്ക് ഞാൻ എൻ്റെ സ്വരൂപം സ്വന്തം ഹൃദയത്തിൽ കാണിച്ചു തന്നു. എൻ്റെ കഥകളെയും മഹിമകളെയും പ്രകാശിപ്പിക്കുന്ന സ്തോത്രം കൊണ്ട് അങ്ങ് എന്നെ സ്തുതിച്ചു. അങ്ങേക്ക് തപസ്സിൽ ഏകാഗ്രത കിട്ടി. അതൊക്കെ എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നിർഗുണനായ എന്നെ ലോകങ്ങളെ രക്ഷിക്കാനായി ഗുണങ്ങളെ സ്വീകരിച്ചവനെ പോലെ തോന്നപ്പെടുന്നു എന്ന് വർണ്ണിച്ച് സ്തുതിച്ചതിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. അങ്ങ് സ്തുതിച്ച സ്തോത്രം കൊണ്ട് ദിവസേന എന്നെ സ്തുതിക്കുന്നവരുടെ സർവ്വ അഭീഷ്ടങ്ങളും ഞാൻ സാധിപ്പിക്കും. ഈ 9-ാം അധ്യായം ദിവസവും പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഈ സ്തോത്രം പാരായണം ചെയ്യുന്നവരുടെ ഏത് ആഗ്രഹങ്ങളും സാധിക്കും എന്നിവിടെ ഭഗവാൻ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. പരോപകാര പ്രവൃത്തികൾ, തപസ്, യജ്ഞങ്ങൾ, ദാനങ്ങൾ, യോഗം, സമാധി ഇവ കൊണ്ടൊക്കെ സാധിക്കേണ്ട പരമപ്രയോജനം എന്നുള്ളത് എൻ്റെ പ്രീതിയാണ്. ഇതാണ് തത്വജ്ഞാനികളുടെ അഭിപ്രായം. അതാണ് അവിടെ ഭഗവാൻ പറയുന്നത്. പൂർത്തേന തപസാ യജ്ഞൈ ദാനൈ യോഗസമാധിന രാദ്ധം നിശ്രേയസം പുംസാം മത് പ്രീതി തത്വവിന്മതം. 41-ാം ശ്ലോകത്തിൽ അതാണ് അവിടെ ഭഗവാൻ പറയുന്നത്. കാരണം ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ധന്യമായി, പൂർണ്ണമായി. ബ്രഹ്മാവേ, ഞാൻ ജീവന്മാരുടെയൊക്കെ ആത്മാവാണ്. പ്രിയപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആത്മാവിന് വേണ്ടിയാണ് ശരീരാദികൾ പ്രിയപ്പെട്ടതായി ഇരിക്കുന്നത്. അതിനാൽ ആത്മസ്വരൂപനായ എന്നിൽ ഭക്തിയെ വളർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ തന്നെയാണ് ബ്രഹ്മാവായ അങ്ങും എന്നിൽ നിന്നുണ്ടായതും എല്ലാ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്വരൂപവുമായ അറിവുകൊണ്ട് എന്നിൽ ലയിച്ചിരിക്കുന്ന ജീവന്മാരെയും ത്രൈലോക്യത്തെയുമൊക്കെ മുൻപത്തെ പോലെ സൃഷ്ടിച്ചാലും പ്രകൃതിയുടെയും ജീവൻ്റെയും നിയന്താവായ ഭഗവാൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് സൃഷ്ടിക്കേണ്ടതായ വിശ്വത്തെ ഇങ്ങനെ പ്രകടമാക്കി കൊടുത്ത ശേഷം സ്വന്തം സ്വരൂപത്തോടെ തന്നെ അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 9-ാം അധ്യായം കഴിയുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ പിന്നീട് ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിക്കുന്നതിനെയാണ് പറയുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ ദശവിധ സൃഷ്ടികളെക്കുറിച്ചിട്ട് പറയുന്നു. 10 തരത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ സ്കന്ധം സർഗം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളും തന്മാത്രകളുമൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ജീവജാലങ്ങൾ ഉണ്ടായതിനെ പ്രതിപാദിക്കുന്നു. ഭഗവാൻ അന്തർധാനം ചെയ്ത ശേഷം ലോകപിതാമഹനായ ബ്രഹ്മാവ് ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും എത്ര വിധത്തിലുള്ള പ്രജകളെ സൃഷ്ടിച്ചു? എല്ലാം അറിയുന്നവനും ജ്ഞാനസ്വരൂപനായ ഹേ മഹർഷേ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അനുക്രമമായി പറഞ്ഞു തന്ന് എൻ്റെ സംശയങ്ങളെയെല്ലാം തീർത്ത് അനുഗ്രഹിക്കണം. ഇങ്ങനെ വിതുരൻ അപേക്ഷിച്ച സമയത്ത് മൈത്രേയ മഹർഷി സന്തോഷത്തോടുകൂടി മറുപടി പറയാൻ തുടങ്ങി. ഭഗവാൻ അരുളി ചെയ്ത പ്രകാരം മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ബ്രഹ്മദേവൻ വീണ്ടും 100 സംവത്സരക്കാലം തപസ് ചെയ്തു. അനന്തരം അദ്ദേഹം താനിരിക്കുന്ന താമരയെയും അതിന് ആശ്രയമായിരിക്കുന്ന ജലത്തെയും കാലത്താൽ നിർമ്മിക്കപ്പെട്ട വായു ചലിപ്പിക്കുന്നതായി കണ്ടു. തീവ്രമായ തപസ്സിനാലും ആത്മനിഷ്ഠയോടുകൂടിയ ഉപാസനയാലും വർദ്ധിച്ച വിജ്ഞാനത്തോടും ബലത്തോടും കൂടിയവനായി ജലത്തെയും വായുവിനെയും അദ്ദേഹം പാനം ചെയ്തു. താൻ അധിവസിക്കുന്ന താമര ആകാശം മുഴുവൻ വ്യാപിച്ചതായി കണ്ട ബ്രഹ്മാവ് ഈ താമരയെക്കൊണ്ട് പ്രളയത്തിൽ ലയിച്ച ലോകങ്ങളെ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചു. ബ്രഹ്മദേവൻ ആ താമരയെ 3 വ്യത്യസ്ത സ്ഥാനങ്ങളായി വിഭജിച്ചു. ജീവന്മാർക്ക് വിഷയങ്ങളെ അനുഭവിക്കാനുള്ള സ്ഥാനം ഈ 3 ലോകങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്വർഗം, അന്തരീക്ഷം, ഭൂമി ഇവയാണ് ഈ 3 ലോകങ്ങൾ. സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ബ്രഹ്മാവ് നിഷ്കാമകർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലപരിണാമത്തിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ത്രിലോക സൃഷ്ടിയിൽ സാമർഥ്യം ഉണ്ടായത്. ജ്ഞാനിയായ ഹേ മഹർഷേ, അസംഖ്യം രൂപങ്ങളോടും അത്ഭുതകരങ്ങളായ ലീലകളോടും കൂടിയ ഭഗവാന്റെ
കാലസ്വരൂപത്തെ പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് വിതുരൻ അപേക്ഷിക്കുകയാണ്. മൈത്രേയ മഹർഷി അതിനും മറുപടി പറയാൻ തുടങ്ങി. പ്രകൃതിയുടെ മൂലധർമ്മങ്ങളായ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾക്ക് പരിണാമം വരുന്നതുകൊണ്ട് ഊഹിക്കാൻ മാത്രം കഴിയുന്നതും പ്രത്യേക ലക്ഷണങ്ങളൊന്നുമില്ലാത്തതും ഒരിക്കലും നിലയ്ക്കാതെ നദിയുടെ ഒഴുക്കുന്നത് പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് കാലം എന്ന് പറയുന്നത്. കാലം അങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇന്ന രീതിയിലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഈശ്വരൻ കാലത്തെ നിമിത്തമാക്കി തന്നെ പ്രപഞ്ചസ്വരൂപത്തിൽ സൃഷ്ടിച്ചു. വിശ്വാത്മാവായ ഭഗവാൻ തൻ്റെ മായയാൽ പ്രളയത്തിൽ സംഹരിക്കപ്പെട്ടതായ പ്രപഞ്ചത്തെ കാലം കൊണ്ട് വേർതിരിച്ച് പലതായി പ്രകാശിപ്പിക്കുന്നു. ഈ പ്രപഞ്ചം ഇപ്പോൾ ഉള്ളതുപോലെ മുൻപുമുണ്ടായിരുന്നു. ഈ പ്രളയത്തിന് മുൻപും ഇതുപോലെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഭാവിയിലും ഉണ്ടാവും. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ സൃഷ്ടിപ്രളയങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പ്രാകൃതമെന്നും വൈകൃതം എന്നും ഉള്ള ഭേദത്തോടുകൂടി 9 വിധത്തിലാണ് ഉള്ളത്. പ്രകൃതിയിൽ നിന്ന് നേരിട്ടുണ്ടാവുന്ന സൃഷ്ടിയാണ് പ്രാകൃതം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ വികാരങ്ങളാകുന്ന മഹത്വത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ, പഞ്ചവിഷയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികളെ വൈകൃതം എന്ന് പറയുന്നു. ഈ 9 വിധ സൃഷ്ടിക്കും കാലം, ദ്രവ്യം, ഗുണങ്ങൾ ഇവ കൊണ്ട് 3 വിധ പ്രളയങ്ങൾ ഉണ്ടാവും. കാലം കൊണ്ടാണ് നിത്യപ്രളയം ഉണ്ടാകുന്നത്. ദ്രവ്യം കൊണ്ട്, അതായത് സംഘർഷണൻ്റെ മുഖത്ത് നിന്നുണ്ടാകുന്ന അഗ്നി മുതലായവ കൊണ്ടുണ്ടാകുന്നതാണ് നൈമിത്തിക പ്രളയം. സത്വാദി ഗുണങ്ങൾ, അവയുടെ കാര്യങ്ങളായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇവയെ തങ്ങളിൽ ലയിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പ്രാകൃത പ്രളയം. പരമാത്മാവിൽ നിന്ന് 3 ഗുണങ്ങൾക്കുണ്ടാകുന്നതായ വികാരം മൂലം സംഭവിക്കുന്ന ആദ്യ സൃഷ്ടിയാണ് മഹത്തത്വം. ഈ 10 തരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പരമാത്മാവിൽ നിന്ന് ആദ്യം മഹത്തത്വം എന്നുള്ളതുണ്ടായി. രണ്ടാമത്തെ സൃഷ്ടി അഹങ്കാരമാണ്, അഹന്തത്വം എന്ന് പറയുന്നത്. അഹങ്കാരത്തിൽ നിന്ന് ദ്രവ്യം, ക്രിയ, ജ്ഞാനം ഇവ ഉണ്ടാകുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയാണ് മൂന്നാമത്തതായിട്ട്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ സൂക്ഷ്മരൂപത്തിലുള്ള ഇത് ദ്രവ്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. അതായത് സൂക്ഷ്മങ്ങളായിട്ടുള്ള ഭൂതങ്ങൾ പിന്നീട് പഞ്ചീകരിക്കപ്പെട്ട് ആകാശാദി പഞ്ചഭൂതങ്ങളായി തീരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് സ്ഥൂലദ്രവ്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള സൂക്ഷ്മദ്രവ്യങ്ങളായി തീരുന്നു. ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് നാലാമത്തത്. ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ 2 തരത്തിലാണുള്ളത്. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് ഇവ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഇവ കർമ്മേന്ദ്രിയങ്ങളുമാണ്. ഇവയാണ് നാലാമതായിട്ട് സൃഷ്ടിച്ചത്. 5ാമത്തെ സൃഷ്ടി ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളുടെയും മനസ്സിൻ്റെയുമാണ്. ദിഗ്ദേവതകൾ കാതിന് അധിഷ്ഠാന ദേവതയാണ്. വായു ത്വക്കിന് ദേവതയാണ്. സൂര്യൻ കണ്ണിന് ദേവതയാണ്. വരുണൻ നാവിന് ദേവതയാണ്. അശ്വിനി ദേവതകൾ മൂക്കിന് ദേവതയാണ്. അഗ്നി വാക്കിനും, ഇന്ദ്രൻ കയ്യിനും, ഉപേന്ദ്രൻ കാലിനും, മിത്രൻ പായുവിനും, പ്രജാപതി ഉപസ്ഥത്തിനും അധിഷ്ഠാന ദേവതകളാണ്. ബോധത്തിന് മറവുണ്ടാക്കുന്നതായിട്ടുള്ള അവിദ്യ എന്ന തമസിൻ്റെ സൃഷ്ടിയാണ് 6ാമത്തത്. ഈ 6 സൃഷ്ടികളും പ്രാകൃത സൃഷ്ടിയാണ്, അതായത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. 7ാമത്തതാണ് വൈകൃതങ്ങളിൽ പെടുന്ന സൃഷ്ടി. 7 മുതൽ 7ാമത്തെ സൃഷ്ടി വൈകൃതങ്ങളിൽ, അതായത് പ്രകൃതിയുടെ വികാരങ്ങളിൽ നിന്നുണ്ടാവുന്നതിന് ആദ്യത്താണ്, വിശേഷമായിട്ടുള്ള സൃഷ്ടിയാണ്. അതാണ് സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് 1ാമത്തത്. അതായത് വൃക്ഷലതാദികൾ. സ്ഥാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിയാത്തത്. മരങ്ങളും ചെടികളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. മനുഷ്യരും മൃഗങ്ങളുമൊക്കെ സഞ്ചരിക്കും. അതുകൊണ്ട് അവയെ ജംഗമം എന്ന് പറയും. ഇവയെ സ്ഥാവരം എന്ന് പറയും, സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ. ഈ സൃഷ്ടി സ്ഥാവരങ്ങൾ 6 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. വനസ്പതി, ഓഷധി, ലത,
ത്വക്സാരം, വീരുത്ത്, ദ്രുമങ്ങൾ, ഇവയാണ് ഈ 6 വിഭാഗം. ഈ വനസ്പതി എന്ന് പറയുന്നത് പൂക്കാതെ കായ്ക്കുന്നവയാണ് വനസ്പതികൾ. ഇപ്പം ആല് തുടങ്ങിയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ആലിൻ്റെ കായ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ആലിൻ്റെ പൂവ് കണ്ടിട്ടുണ്ടാവില്ല. പല മരങ്ങളും അങ്ങനെയുണ്ട്, പൂവ് കാണാൻ സാധിക്കില്ല. അതായത് പൂക്കാതെ കായ്ക്കുന്നവയാണ് വനസ്പതി എന്ന് പറയുന്നത്. ഓഷധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ, നെല്ല് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അതായത് അതിൻ്റെ ഫലമുണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വയം നശിക്കും. ഇപ്പം നെല്ല് ഉണ്ടായി അത് വിളഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നശിക്കും. ഒരുപാട് പ്രാവശ്യം ഉണ്ടാവില്ല. മാവ്, പ്ലാവ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പല പ്രാവശ്യം നമുക്ക് അതിൽ നിന്ന് ഫലങ്ങൾ എടുക്കാം. എന്നാൽ വാഴ, നെല്ല് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരു പ്രാവശ്യം ഫലം തന്നു കഴിഞ്ഞാൽ ആ വൃക്ഷം നശിക്കും. അതിനെയാണ് ഓഷധി എന്ന് പറയുന്നത്. മറ്റൊന്നിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് ലത എന്ന് പറയുന്നത്, വള്ളികൾ, വേറൊന്നിനെ ആശ്രയിച്ച് വളരുന്നവ. ത്വക്സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിക്ക് നല്ല കട്ടിയുള്ളതായിട്ടുള്ള മുള തുടങ്ങിയിട്ടുള്ളതാണ് ത്വക്സാരങ്ങൾ. കാഠിന്യം വളരെ കൂടുതലുള്ളതുകൊണ്ട് മേൽപോട്ട് പടരാതെ പരന്ന് വളരുന്നതിനെയാണ് വീരുത്തുക്കൾ എന്ന് പറയുന്നത്. അവ മുകളിലേക്ക് വളരില്ല, താഴെ പടർന്നു നിൽക്കുകയുള്ളൂ. പുഷ്പിച്ച് കായ്ക്കുന്നതാണ് ദ്രുമങ്ങൾ. മരങ്ങളൊക്കെ അങ്ങനെയാണ്, പുഷ്പിച്ച് കായ്ക്കുന്നവ ദ്രുമം എന്ന് പറയും. ഇങ്ങനെയാണ് 6 ഭേദങ്ങൾ. ഇപ്പോൾ ഈ സ്ഥാവരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥാവരങ്ങൾ മേൽപോട്ട് ഉള്ളിലെ നീരിൻ്റെ സഞ്ചാരത്തോടു കൂടിയാണ്. താഴേന്ന് വെള്ളം മേൽപോട്ട് വലിച്ചെടുക്കുന്നതാണ് സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത്. വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നു. അവ്യക്തമായിട്ടുള്ള ചേതനാശക്തിയോട് കൂടിയവയും അവയ്ക്ക് ജീവനുണ്ട്, പക്ഷേ ബോധമില്ല എന്നുള്ളതാണ്. ഉൾവശം കൊണ്ട് സ്പർശജ്ഞാനം മാത്രമുള്ളവയും വലുപ്പ ചെറുപ്പം കൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉള്ളവയുമാണ് ഈ സ്ഥാവരങ്ങൾ. ഇതാണ് 7ാമത്തതായിട്ടുള്ള സൃഷ്ടി. 8ാമത്തത് ജംഗമങ്ങളാണ്, അതായത് സഞ്ചരിക്കുന്നതായിട്ടുള്ള ജീവജാലങ്ങൾ. അവയ്ക്ക് വിലങ്ങനെ ആഹാര സഞ്ചാരമുള്ളതായ മൃഗങ്ങൾ, പക്ഷികൾ, ഇവയുടെയൊക്കെ സൃഷ്ടിയാണ് 8ാമത്തതായിട്ടുള്ളത്. ഇപ്പോൾ പശു ആകട്ടെ, ആടാകട്ടെ, കോഴിയാകട്ടെ, ഇവയൊക്കെ വിലങ്ങനെയാണ് അതിൻ്റെ ആഹാര സഞ്ചാര രീതി. വിലങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൃക്ഷങ്ങളൊക്കെ താഴേന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുന്നതാണെന്ന് കണ്ടു. എന്നാൽ പശുവൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വശത്തുനിന്ന് നേരെ ഭൂമിക്ക് സമാന്തരമായിട്ട് അതിനെ സഞ്ചരിക്കണം. അതാണ് വിലങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. ഇവ 28 പ്രകാരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് യാതൊന്നും ഓർമ്മയുണ്ടാവില്ല. അജ്ഞത അധികരിച്ചതാണ്, മണത്തറിയുന്നവയാണ്, ഉള്ളിൽ ദീർഘ ആലോചന ഇല്ലാത്തതാണ്, കാര്യങ്ങളെ വേണ്ട രീതിയിൽ ആലോചന ചെയ്ത് തീരുമാനം എടുക്കാനൊന്നും കഴിയാത്തവയാണ് ഈ മൃഗങ്ങൾ. പശു, ആട്, പോത്ത്, കൃഷ്ണമാൻ, പന്നി, ആര്യമാൻ, കലമാൻ, ചെമ്മരിയാട്, ഒട്ടകം, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇരട്ടക്കുളമ്പുള്ളവയാണ്. അപ്പോൾ ഇവ വേർതിരിച്ചിട്ടുള്ളത് ഇരട്ടക്കുളമ്പ്, ഒറ്റക്കുളമ്പ്, 5 നഖങ്ങളുള്ളത്, ഇങ്ങനെയൊക്കെയാണ് വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരട്ടക്കുളമ്പുള്ളവയിൽപ്പെട്ട മൃഗങ്ങളാണ് ഈ പശു, ആട്, പോത്ത് തുടങ്ങിയിട്ടുള്ളതൊക്കെ. അവയുടെ കുളമ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2ആയിട്ട് പിരിഞ്ഞിട്ടുണ്ടാവും, 2 കുളമ്പുണ്ടാവും. എന്നാൽ കഴുത, കുതിര, കോവർ കഴുത, വെള്ളിമാൻ, എട്ടടിമാൻ, ചമരിമാൻ, ഇവയൊക്കെ ഒറ്റ കുളമ്പുള്ള മൃഗങ്ങളാണ്. പശുവിൻ്റെ കുളമ്പും കുതിരയുടെ കുളമ്പും ഒരുപോലെയല്ല. അവയ്ക്ക് ഒറ്റ കുളമ്പാണ് കുതിരയ്ക്കൊക്കെ ഉള്ളത്, കുതിരയ്ക്കും കഴുതയ്ക്കുമൊക്കെ ഉള്ളത്. അപ്പോൾ 2ാമതായിട്ട് വേർതിരിച്ചത് ഇരട്ടക്കുളമ്പുള്ളത് എന്നുള്ള, ഒറ്റക്കുളമ്പുള്ളത് എന്നുള്ള രീതിയിലാണ്. പിന്നീട് 5 നഖങ്ങളുള്ള മൃഗങ്ങൾ: നായ, കുറുക്കൻ, ചെന്നായ, പുലി, പൂച്ച, മുയൽ, മുള്ളൻ പന്നി, സിംഹം, കുരങ്ങ്, ആന, ആമ, ഉടുമ്പ്, തിമിംഗലം, ഇവയൊക്കെ 5 നഖങ്ങളുള്ളതാണ്. കൊക്ക്, കഴുകൻ,
വാത്ത്, പരുന്ത്, പ്രാപ്പിടിയൻ, ഭല്ലൂകം, മയില്, അരയന്നം, വെള്ളിൽ പക്ഷി, ചക്രവാകം, കാക്ക, കൂമൻ ഇവ ആകാശത്തിൽ സഞ്ചരിക്കുന്ന പക്ഷികളാണ്. അവയ്ക്കും 5 നഖങ്ങളൊക്കെയുണ്ട്. അവ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളാണ്. ഈ പശു മുതൽ തിമിംഗലം വരെയുള്ള മൃഗങ്ങൾ, കൊക്ക് മുതൽ കുമൻ വരെയുള്ളവ പക്ഷികൾ. ഇങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം. നേരത്തെ പറഞ്ഞുവല്ലോ, അവയൊക്കെ മൃഗങ്ങളാണ്, ഇവയൊക്കെ പക്ഷികളാണ്. ഇങ്ങനെ 28 തരത്തിൽ അവയെ തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് 8ാമത്തതായിട്ട് സൃഷ്ടി. 9ാമത്തത് കീഴ്പോട്ട് ആഹാര സഞ്ചാരമുള്ളതായി മനുഷ്യനെയാണ്. ഇപ്പം മൃഗങ്ങൾ സ്ഥാവരങ്ങൾ, ചെടികളൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് ജലത്തെ വലിച്ചെടുക്കുന്നു. മൃഗങ്ങളെന്ന് പറയുന്നത് അവ തിരശ്ചീനമായിട്ട് ഭക്ഷണം സഞ്ചരിക്കുന്നു. മനുഷ്യനാണെങ്കിൽ മുകളിൽ നിന്ന് കീഴ്പോട്ടാണ് ഭക്ഷണ സഞ്ചാരം. ഉരുട്ടി നമ്മൾ വായിലിടുന്നു, അത് താഴേക്ക് ആമാശയത്തിലേക്ക് വരുന്നു. പിന്നീട് അത് ശരീരത്തിന് വേണ്ടതൊക്കെ സ്വീകരിച്ച് ബാക്കിയുള്ളത് മലമായിട്ട് പുറത്തേക്ക് വിടുന്നു. ഇതാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ കീഴ്പോട്ട് ആഹാര സഞ്ചാരമുള്ളതാണ് മനുഷ്യൻ. അതൊരൊറ്റ വിധത്തിലേ ഉള്ളൂ. രജോ ഗുണം അധികമുള്ളവരാണ്, കർമ്മത്തിൽ താല്പര്യമുള്ളവരാണ്, ദുഃഖത്തെ സുഖമായിട്ട് തെറ്റിദ്ധരിക്കുന്നവരാണ് മനുഷ്യർ. ഈ പറഞ്ഞവ 3ഉം, അതായത് വൃക്ഷങ്ങൾ, തിര്യക്കുകൾ, മനുഷ്യർ, തിരശ്ചീനമായിട്ടുള്ളത് കൊണ്ടാണ് തിര്യക്ക് എന്ന് പറയുന്നത്, മനുഷ്യർ, ഇവയൊക്കെ വൈകൃതമായിട്ടുള്ള സൃഷ്ടികളാണ്, വിശേഷമായിട്ടുള്ള സൃഷ്ടിയാണ്. അതാണ് വൈകൃതം എന്ന് പറയുന്നത്. മറ്റത് നേരത്തെ പറഞ്ഞത് പ്രാകൃത സൃഷ്ടി, പ്രകൃതിയിൽ നിന്നുള്ള സൃഷ്ടിയാണ്. 10ാമത്തതായിട്ട് ദേവഗണങ്ങളുടെ സൃഷ്ടിയാണ്. അതും വൈകൃത സൃഷ്ടിയാണ്, അല്ലെങ്കിൽ വിശേഷമുള്ള സൃഷ്ടിയാണ്. സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായതായ ഇന്ദ്രിയ അധിഷ്ഠാന ദേവകളുടെ സൃഷ്ടി മുൻപ് പറഞ്ഞു. സനൽകുമാരൻ തുടങ്ങിയതായ ഋഷികളുടെ സൃഷ്ടി പ്രാകൃതവും വൈകൃതവും കൂടി ചേർന്നതാണ്. ദേവന്മാരുടെ സൃഷ്ടി 8 വിധത്തിലുണ്ട്. 10ാമത് ദേവന്മാരുടെ സൃഷ്ടി എന്ന് പറഞ്ഞു. അത് 8 വിധത്തിലാണുള്ളത്. ദേവന്മാർ, പിതൃക്കൾ, അസുരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, ഭൂതപ്രേത പിശാചുക്കൾ, കിന്നരന്മാർ. ഇങ്ങനെ 8 രീതിയിലാണ് എന്ന് പറയുന്നു. ലോകസ്രഷ്ടാവായ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ 10 വിധ സൃഷ്ടി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇനി വംശങ്ങളെയും മന്വന്തരങ്ങളെയൊക്കെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം. സത്യസങ്കല്പനായിരിക്കുന്ന ഭഗവാൻ കൽപ്പങ്ങളുടെ ആരംഭത്തിൽ രജോ ഗുണം വ്യാപിച്ചവനായി ബ്രഹ്മാവായി ഭവിച്ച് താൻ തന്നെ കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെടുന്നവയും സൃഷ്ടിക്കാനുള്ള ഉപകരണങ്ങളുമെല്ലാം പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 10ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.